അക്കാഡമി PHയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരെന്താണ്? ഇന്ദിരാകോൾ. എന്താണ്? ഇന്ദിരാകോൾ. ഓക്കെ ആണോ? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് എന്ന് വെച്ചാൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം, അവിടെയാണ് ഈ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ദിരാകോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ. ഓക്കെ ആണോ? ആ ഇന്ദിരാകോൾ എവിടെയാണ്? ലഡാക്കാണ്. എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ അഥവാ ഇന്ദിരാകോൾ. അല്ലെങ്കിൽ അത് എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ്. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഓക്കെ ആണോ? ഇന്ദിരാ പോയിന്റ്. അത് നമ്മുടെ ഈ ഗ്രേറ്റ് നിക്കോബാറിലാണ്. എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഈ ആൻഡമാൻ നിക്കോബാർ അല്ലേ? ഇവിടെ ആൻഡമാൻ നിക്കോബാർ അല്ലേ? ഇവിടെ ആൻഡമാൻ നിക്കോബാർ അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രേറ്റ് നിക്കോബാർ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഓക്കെ ആണോ? എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഈ ഇന്ദിരാ പോയിന്റിന് മറ്റ് 2 പേരുകളും കൂടിയുണ്ട്. ഒന്ന് പാഴ്സൺസ് പോയിന്റ്. എന്താണ്? പാഴ്സൺസ് പോയിന്റ്. അപ്പോൾ ഇന്ദിരാ പോയിന്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? പാഴ്സൺസ് പോയിന്റ്. എന്താണ്? പാഴ്സൺസ് പോയിന്റ്. ഓക്കെ ആണോ? രണ്ടാമത്തതാണ് പിഗ്മാലിയൻ പോയിന്റ്. അടുത്ത പേരെന്താണ്? പിഗ്മാലിയൻ പോയിന്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഈ ഇന്ദിരാ പോയിന്റിന് മറ്റ് 2 പേരുകളുണ്ട്. ഏതൊക്കെയാണ്? പാഴ്സൺസ് പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്നും. എന്താണ്? പാഴ്സൺസ് പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് ആയ ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് കിബുത്തു. എന്താണ്? കിബുത്തു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കിബുത്തു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇത്? കിബുത്തു. അതെവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഇവിടെ എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഈ കിബുത്തു ഈ സൈഡിലാണ് വരും. അരുണാചൽ പ്രദേശിന്റെ അരുണാചൽ പ്രദേശിലെ സപ്തസുന്ദരിമാര്. അപ്പോൾ അവിടെ ആ പോയിന്റ് ആണ്, അറ്റത്തെ പോയിന്റ് ആണ് എന്ത്? ഈ കിബുത്തു, അരുണാചൽ പ്രദേശ്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് ഗുഹർമോത്തി. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഹർമോത്തി. ഈ ഗുഹർമോത്തി എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. ഇവിടെയല്ലേ ഗുജറാത്ത്? അപ്പൊ ഈ പോയിന്റ് ഇവിടെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഹർമോത്തി. ഏതാണ്? ഗുഹർമോത്തി. ഇവിടെ സപ്തസുന്ദരിമാർ അങ്ങ് അറ്റത്ത് അരുണാചൽ പ്രദേശ് ഇല്ലേ? അപ്പൊ ആ അരുണാചൽ പ്രദേശ് ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? കിബുത്തു. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് ലഡാക്ക്. ഇവിടെ ലഡാക്കാണ്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ. ഇവിടെ ഇന്ത്യയുടെ തെക്ക് ഗ്രേറ്റ് നിക്കോബാറിന്റെ അടുത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഓക്കെ ആണോ? എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ. എന്താണ്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാകോൾ. ആ ഇന്ദിരാകോൾ ആ ലഡാക്കിന്റെ ആ സൈഡാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ്. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ദിരാ പോയിന്റ്. ഈ ഇന്ദിരാ പോയിന്റിന്റെ മറ്റ് 2 പേരുകൾ ഏതൊക്കെയാണ്? പാഴ്സൺസ് പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്നും.
അപ്പോൾ പായ്സൺസ് പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഓക്കെയാണോ? എന്താണ് പായ്സൺസ് പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഓക്കെ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് കിബുത്തു. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കിബുത്തു. ഓക്കെയാണോ? ആ കിബുത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശിന്റെ ആ ഭാഗത്തായിട്ട് വരും. ആ അറ്റത്ത്, ആ അരുണാചൽ പ്രദേശിന്റെ ആ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കിബുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ വിളിക്കുന്നതാണ് എന്ത്? കിബുത്തു. അത് അരുണാചൽ പ്രദേശിന്റെ അവിടെ. ഇനി ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഹർമോത്തി. എന്താണ്? ഗുഹർമോത്തി. ഓക്കെയാണോ? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഹർമോത്തി. അതെവിടെയാണ്? ഗുജറാത്താണ്. ഇവിടെ ഗുജറാത്ത് അല്ലേ? അപ്പോൾ ഗുജറാത്തിന്റെ ആ സൈഡാണ് എന്ത്? ഗുഹർമോത്തി. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ട്രൈജങ്ഷൻ. ട്രൈജങ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രൈജങ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെയാണോ? എന്താണ് ട്രൈജങ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഏതാണ്? കിബുത്തു ആണ്. ഏതാണ്? കിബുത്തു ആണ്. അപ്പോൾ ട്രൈജങ്ഷൻ, ട്രൈജങ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കിബുത്തു ആണ്. ഏതാണ്? കിബുത്തു ആണ്. അപ്പോൾ ട്രൈജങ്ഷൻ, അപ്പോൾ ട്രൈജങ്ഷൻ അറിയപ്പെടുന്നത് ഏതാണ്? കിബുത്തു ആണ്. അതിന്റെ കാരണം എന്താണ്? ഇന്ത്യയുടെയും ചൈനയുടെയും മ്യാൻമാറിന്റെയും പോയിന്റ് ആണ് എന്ത്? ഈ കിബുത്തു. എന്താണ്? ഈ കിബുത്തുവിന്റെ ഈ വശത്ത് ഏതൊക്കെ ചേരുന്നുണ്ട്? ചൈന വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, പിന്നെ ഇവിടെ മ്യാൻമാർ. ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അയൽരാജ്യമല്ലേ മ്യാൻമാർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അയൽരാജ്യങ്ങളെ കുറിച്ച്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് തന്നെ മ്യാൻമാർ സ്ഥിതി ചെയ്യുന്നത്. വെച്ചാൽ അരുണാചൽ പ്രദേശിന്റെ തൊട്ടപ്പുറത്തായിട്ട് അല്ലേ? അരുണാചൽ പ്രദേശിന്റെ ഇതാണ് അരുണാചൽ പ്രദേശ് എങ്കിൽ അരുണാചൽ പ്രദേശിന് ഇവിടെ ആയിട്ട് മ്യാൻമാർ വരും. ഏറ്റവും മുകൾ ഭാഗത്ത് എന്ത് വരും? ചൈന വരും, പിന്നെ നമ്മുടെ ഇന്ത്യയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഇവിടെ ഈ കിബുത്തു, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത്. അതുകൊണ്ട് ഈ കിബുത്തുവിന് അറിയപ്പെടുന്ന പേരെന്താണ്? ട്രൈ ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ട്രൈ ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണോ? എന്താണ്? ട്രൈ ജംഗ്ഷൻ. അപ്പോൾ കിബുത്തു എന്താണ്? ട്രൈ ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പോയിന്റ് ആണ്, ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്നത് എന്താണ്? കന്യാകുമാരി എന്നാണ്. എന്താണ്? കന്യാകുമാരി, തമിഴ്നാട്. ഓക്കെ ആണോ? എന്താണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരിയാണ്. ഏതാണ്? കന്യാകുമാരിയാണ്. ഇവിടെയാണ് തമിഴ്നാട്. ഓക്കെ ആണോ? ഇന്ത്യയുടെ ഇന്ത്യൻ ഉപദ്വീപിന്റെ വ്യത്യാസം മനസ്സിലാവണം. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? കന്യാകുമാരിയാണ്. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരിയാണ്. കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാടുമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ ഇന്ദിര കോളം എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ഇന്ദിര പോയിന്റ് എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ കിബുത്തു എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കിബുത്തു ആണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ ഗുഹർമൂർത്തി എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ എന്തായിട്ട് അറിയപ്പെടുന്നു? ഗുഹർമൂർത്തി എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? കന്യാകുമാരി, അത് തമിഴ്നാട്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ 4 എൻഡിങ് പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്ക്, ഇതാണ് ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഇന്ത്യ വരച്ചു കഴിഞ്ഞാൽ ഉടനെ ഡയറക്ഷൻ വരച്ചേക്കണം. എന്താണ്? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്നാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഓക്കെയാണോ? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഈ ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഓക്കെയാണോ? ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം, ഇന്ത്യയുടെ ഈ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാന്ന് വെച്ചാൽ 2933 കിലോമീറ്റർ ആണ്. ഓക്കെയാണോ? എന്താണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933
33 കിലോമീറ്ററുമാണ്. ഓക്കെ ആണോ? എന്താണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 കിലോമീറ്ററുമാണ്. ഓക്കെ ആണോ? 3214 കിലോമീറ്റർ എന്താണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരവും 2933 കിലോമീറ്റർ എന്താണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരവുമാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് ഇന്ത്യയുടെ കരാതിർത്തി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ, ഇവിടെ തൊട്ട് ഇവിടെ ഇത്രയും നമ്മുടെ എന്താണ് അറബിക്കടലാണ്. ഇത് ഇത്രയും എന്താണ് അറബിക്കടലാണ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇത് ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ ആണല്ലോ? പിന്നെ ഇവിടെ ഗുജറാത്തിന്റെ ഈ റാൻ ഓഫ് കച്ച് വരെയാണ് ഈ അറബിക്കടൽ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ അയൽ രാജ്യങ്ങളാണ് വരുന്നത്, കരാതിർത്തികളാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,106.7 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കര അതിർത്തി ആലോചിക്കണം. കര അതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. ഓക്കെയാണോ? ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. ഓക്കെയാണല്ലോ? ഇനി ഇന്ത്യയുടെ കരാതിർത്തി നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സമുദ്രാതിർത്തി പഠിക്കില്ലേ? അപ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തി എത്രയാണ്? 7,516.6 കിലോമീറ്റർ ആണ്. എത്രയാണ്? 7,516.6 കിലോമീറ്റർ. ഓക്കെയാണോ? ഇന്ത്യയുടെ കരാതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്ററും ഇന്ത്യയുടെ സമുദ്രാതിർത്തി എത്രയാണ്? 7,516.6 കിലോമീറ്ററുമാണ്. എത്രയാണ്? 7,516.6 കിലോമീറ്ററുമാണ്. ഓക്കെയാണോ? അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3,214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933 കിലോമീറ്ററും ഇന്ത്യയുടെ ഈ കരാതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? 15,106.7 കിലോമീറ്ററും ഇന്ത്യയുടെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? 7,516.6 കിലോമീറ്ററുമാണ്. ഓക്കെ ആയോ? ഈ NCERT ടെക്സ്റ്റിലെ ഈ ഇന്ത്യയുടെ കരാതിർത്തി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചത് 15,106.7 കിലോമീറ്റർ എന്നല്ലേ. എന്നാൽ പാഠപുസ്തകങ്ങളിലുള്ളത് 15,200 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. എത്രയാണ്? 15,200 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണ്? അത് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയുടെ കരാതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. എന്നാൽ പാഠപുസ്തകങ്ങളിൽ എന്താണ് ഇന്ത്യയുടെ കരാതിർത്തി എന്ന് പറയുന്നത് എത്രയാണ്? NCERT ടെക്സ്റ്റ് അനുസരിച്ച് ഇന്ത്യയുടെ കരാതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്രയാണ്? 7,516.6 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് നമ്മൾ ഇന്ത്യയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് എന്ത്? നമ്മുടെ ഈ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് എന്ത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം, ഇന്ത്യയുടെ ഏരിയ എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ് ഇന്ത്യയുടെ വിസ്തീർണം? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെയാണോ? എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത് ഒരുപാട് വട്ടം പറയണം, ഒരുപാട് വട്ടം പറഞ്ഞ് തടക്കം വരണം. ഓക്കെയാണല്ലോ? അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ലോക വിസ്തീർണത്തിൽ ലോകത്തിന്റെ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 2.42%. എന്താണ് ലോക വിസ്തീർണത്തിൽ, ലോക രാജ്യങ്ങളുടെ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 2.42%. ഓക്കെയാണോ? എന്താണ് ലോക വിസ്തീർണത്തിൽ, ലോക വിസ്തീർണത്തിൽ ഇന്ത്യയുടെ ഭൂവിസ്തീർണത എത്ര ശതമാനമാണ്? 2.42%. ഓക്കെയാണോ? എന്താണ് ലോക വിസ്തീർണത്തിൽ, ലോക ഭൂവിസ്തീർണത്തിൽ ഇന്ത്യ ഭൂവിസ്തീർണത എത്രയാണ്? 2.42%. ഓക്കെ ആണല്ലോ. വലിപ്പത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ 7ാം സ്ഥാനമാണ്. എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഓക്കെയാണോ? എന്താണ് വലിപ്പത്തിൽ, അതായത് വിസ്തീർണത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. ഏതാണ്? 7ാം സ്ഥാനമാണ്. ഓക്കെയാണോ? എത്രയാണ്? 7ാം സ്ഥാനമാണ്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് റഷ്യ. ആദ്യത്തെ ഫസ്റ്റ് വിസ്തീർണത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. രണ്ടാമത് നിൽക്കുന്നതാണ് കാനഡ. ഒന്നാമത് നിൽക്കുന്ന ഏതാണ്? റഷ്യ. 2ാം സ്ഥാനം ആർക്കാണ്? കാനഡയ്ക്കാണ്. 3ാം സ്ഥാനമാണ് ചൈന. 3ാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. ഓക്കെയാണോ? വലിപ്പത്തിൽ അല്ലെങ്കിൽ വിസ്തീർണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? റഷ്യയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കാനഡയാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? ചൈനയാണ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അമേരിക്ക. 4ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏത്? അമേരിക്ക. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്? അമേരിക്കയാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ബ്രസീൽ. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്? ബ്രസീലാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്? ബ്രസീലാണ്. 6ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഓസ്ട്രേലിയ. 6ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏത്? ഓസ്ട്രേലിയ. 6ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏത്? ഓസ്ട്രേലിയ. 7ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. ഓക്കെയാണോ? നമ്മുടെ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ വിസ്തീർണത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. വിസ്തീർണത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ്. അപ്പോൾ ബാക്കി 6 ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഫസ്റ്റ് കിടക്കുന്ന ഏതാണ്? റഷ്യയാണ്. വലിപ്പത്തിൽ 1ാം സ്ഥാനം ആർക്കാണ്? റഷ്യക്കാണ്. 2ാം സ്ഥാനം കാനഡ. 3ാം സ്ഥാനം ചൈനയ്ക്കാണ്. 4ാം സ്ഥാനം അമേരിക്ക അതായത് USA-ക്കാണ്. 5ാം സ്ഥാനം ആർക്കാണ്? ബ്രസീലിനാണ്. 6ാം സ്ഥാനം ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ്. 7ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. 7ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. അത് RCC UBAI. RCC UBAI. ഓക്കെയാണോ? RCC UBAI എന്നാണ് അതിന്റെ കോഡ്. ഇതാണ് RCC UBAI. ഓക്കെയാണ്. ഇത് കുറെ വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാട പോലെ. എന്താണ് RCC UBAI? R എന്ന് വെച്ചാൽ റഷ്യ, C എന്ന് വെച്ചാൽ കാനഡ, C എന്ന് വെച്ചാൽ ചൈന, U എന്ന് വെച്ചാൽ USA അഥവാ അമേരിക്ക, B എന്ന് വെച്ചാൽ ബ്രസീൽ, A എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ, ആൻഡ് I എന്ന് വെച്ചാൽ ഇന്ത്യ. ഓക്കെയാണോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇത് ഇന്ത്യ. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ഇന്ത്യയുടേത്. ആ ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യൻ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ്? 2.42%. എത്രയാണ്? 2.42%. എന്നാൽ കേരളത്തിന്റെ ഭൂവിസ്തൃതി ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 1.18%. എത്രയാണ്? 1.18%. അതൊക്കെ കേരളത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യൻ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ്? 2.42%. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? റഷ്യയാണ്. 2ാം സ്ഥാനത്ത് കാനഡ, 3ാം സ്ഥാനത്ത് ചൈന, 4ാം സ്ഥാനത്ത് അമേരിക്ക, 5ാം സ്ഥാനത്ത് ബ്രസീൽ, 6ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, 7ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ആണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 2ാം സ്ഥാനത്താണ്. അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 2ാം സ്ഥാനത്താണ്. എന്നാൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനത്താണ്. എന്നാൽ ജനസംഖ്യയിൽ എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. ആദ്യത്തെ സ്ഥാനം ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ചൈനയാണ്. ഫസ്റ്റ് കിടക്കുന്ന ഏതാണ്? ചൈനയാണ്. ഓക്കെ ആണോ?
അപ്പോൾ ലോകത്തിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനത്താണ്. എന്നാൽ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? ചൈനയാണ്. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ 1ാമത് എത്തിക്കൊള്ളും. അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യൻ ജനസംഖ്യ 17 മുതൽ 18% വരെയാണ്. എന്താണ്? ലോക ജനസംഖ്യയിൽ ഇന്ത്യൻ ജനസംഖ്യ എത്ര ശതമാനമാണ്? 17 മുതൽ 18% വരെയാണ്. 17.5 എന്ന് കാണാം. 17 മുതൽ 18 എത്ര? 17 മുതൽ 18 വരെയുള്ള ഏത് ശതമാനം വേണമെങ്കിലും കാണാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ലോക ജനസംഖ്യയിൽ ഇന്ത്യൻ ജനസംഖ്യ എത്രയാണ്? ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17 മുതൽ 18% വരെയാണ്. എന്താണ്? 17 മുതൽ 18% വരെയാണ്. ഓക്കെയാണ്. എന്താണ്? ലോക ജനസംഖ്യയിൽ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 17 മുതൽ 18% വരെയാണ്. എന്നാൽ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. എന്താണ്? 2ാം സ്ഥാനമാണ്. ഫസ്റ്റ് കിടക്കുന്നത് ആരാണ്? ചൈനയാണ്. ഫസ്റ്റ് കിടക്കുന്നതാണ് ചൈനയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് തീരപ്രദേശങ്ങൾ. ഇന്ത്യൻ തീരപ്രദേശങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യമേ ഇന്ത്യ വരയ്ക്കുക. ഇന്ത്യ ഇങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഏത് കടലാണ്? അറബിക്കടലല്ലേ? ഇന്ത്യയുടെ ഇവിടെ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമല്ലേ? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ ആണല്ലോ. ബംഗാൾ ഉൾക്കടലാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ തീരപ്രദേശം പഠിക്കാൻ പോകുകയാണ്. നോക്ക്, ഇവിടെ അറബിക്കടൽ എവിടെ വരെ ഉണ്ട്? നമ്മുടെ ഈ ഗുജറാത്ത്, ഗുജറാത്ത് ഇതാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഗുജറാത്തിന്റെ ഈ വളവ് ഇവിടെ വരെ, ഇവിടാണ് എന്ത്? റാൻ ഓഫ് കച്ച്. അപ്പൊ ഈ റാൻ ഓഫ് കച്ച് വരെയാണ് ഈ അറബിക്കടൽ നിൽക്കുന്നത്. ഈ റാൻ ഓഫ് കച്ച് ഗുജറാത്തിന്റെ ഇത് ഗുജറാത്താണ്. ഈ ഗുജറാത്തിന്റെ ഇവിടെ റാൻ ഓഫ് കച്ച്. അപ്പൊ ഈ റാൻ ഓഫ് കച്ച് വരെയാണ് ഈ അറബിക്കടലുള്ളത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം അങ്ങോട്ട് എന്തുവാ? പാകിസ്ഥാനാണ്. അയൽരാജ്യമായ പാകിസ്ഥാനാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ തീരപ്രദേശം, ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ഈ റാൻ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിന്റെ ഈ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ ഇവിടെ വെസ്റ്റ് ബംഗാളാണ്. ഇവിടെ പശ്ചിമ ബംഗാളാണ്. ഇവിടുത്തെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ്. ഇവിടുത്തെ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ അഥവാ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണ്? ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ്. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? സുന്ദർബൻ ഡെൽറ്റ. ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ അഥവാ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് എന്ത്? ഇന്ത്യയുടെ തീരപ്രദേശം. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ തീരപ്രദേശത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായിട്ട് എത്ര തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം എന്നും. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ എത്ര തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഏതാണ്? പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം എന്നും വേർതിരിക്കാം. ഓക്കെയാണോ? ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ പ്രധാനമായിട്ട് എത്ര തരംതിരിക്കാം? പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം എന്നും വേർതിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം. ഈ പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ കന്യാകുമാരി വരെയാണ് എന്ത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം ഇത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് എന്ത്? ഇവിടെ കന്യാകുമാരി വരെയാണ് എന്ത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെ ആണോ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എവിടെ വരെയാണ്? റാൻ ഓഫ് കച്ച് മുതൽ എവിടെ വരെയാണ്? കന്യാകുമാരി വരെ. ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ എവിടെ വരെയാണ്? കന്യാകുമാരി വരെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. ഇനി ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? കന്യാകുമാരി മുതൽ ഇവിടുത്തെ കന്യാകുമാരി മുതൽ സുന്ദർബൻ ഡെൽറ്റ വരെയാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം എവിടെ തൊട്ട് എവിടെ വരെയാണ്? കന്യാകുമാരി മുതൽ എവിടെ വരെയാണ്? സുന്ദർബൻ ഡെൽറ്റ വരെയാണ്. എവിടെ വരെയാണ്? സുന്ദർബൻ ഡെൽറ്റ വരെയാണ്. സുന്ദർബൻ ഡെൽറ്റ അഥവാ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ്. ഓക്കെയാണോ?
അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഏതായിട്ടാണ്? പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം എന്നുമായിട്ടാണ് വേർതിരിക്കുന്നത്. ഈ പടിഞ്ഞാറൻ തീരപ്രദേശം എവിടെ തൊട്ട് എവിടം വരെയാണ്? സുന്ദർബൻ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയും, കിഴക്കൻ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ പ്രധാനമായിട്ട് പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും കിഴക്കൻ തീരപ്രദേശം എന്നുമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെ ആണല്ലോ. പടിഞ്ഞാറൻ തീരപ്രദേശം നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഇന്ത്യ വരയ്ക്കാം. ഇന്ത്യ വരച്ചേ. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്ക്, ഇതല്ലേ ഗുജറാത്ത്. ഇതാണ് ഗുജറാത്ത്. ഇവിടെ ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച്. ഓക്കെ ആണല്ലോ. ഇതാണ് മഹാരാഷ്ട്ര. ഇതാണ് മഹാരാഷ്ട്ര. ഇത് ഗുജറാത്ത്, ഇത് മഹാരാഷ്ട്ര, ഇത് ഗോവ, ഇത് കർണാടക, കേരളം. എന്താണ്? അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇത്രയൊക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയല്ലേ? ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഗുജറാത്ത്, ഗുജറാത്തിന്റെ തൊട്ടിപ്പുറത്തായ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇത്രയൊക്കെയാണോ? അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇത്രയൊക്കെയാണല്ലോ. ഓക്കെ ആണോ? ഇനി ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ട് എത്രയായിട്ട് തരംതിരിക്കുന്നു? മൂന്നായിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ഗുജറാത്ത് തീരം. ഇത് ഗുജറാത്ത് തീരം. ഗുജറാത്ത് തീരം. ഈ ഗുജറാത്ത് തീരം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഗുജറാത്ത് ഭാഗം. ഈ ഗുജറാത്ത് സംസ്ഥാനത്തെ തീരപ്രദേശമാണ് ഇത് ഗുജറാത്ത് തീരം. ഓക്കെയാണോ? അപ്പൊ ഗുജറാത്തിന്റെ തീരപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുജറാത്ത് തീരം. ഓക്കെയാണോ? അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ട് എത്രയായിട്ട് തരംതിരിക്കുന്നു? മൂന്നായിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ഇത് ഗുജറാത്ത് തീരം. രണ്ടാമത്തേതാണ് കൊങ്കൺ തീരം. മൂന്നാമത്തേതാണ് മലബാർ തീരം. ഓക്കെയാണോ? അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഓക്കെയാണോ? ഇതൊക്കെയാണ് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഓക്കെ. ഈ ഗുജറാത്ത് തീരം, നമ്മൾ ഗുജറാത്ത് തീരത്തെ കുറിച്ച് പഠിക്കുകയാണ്. ഗുജറാത്ത് തീരം വ്യാപിച്ചു കിടക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ ആണല്ലോ. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിലാണ് എന്ത്? ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിലാണ് എന്ത്? ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശത്തെ മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഓക്കെ ആണല്ലോ. ഈ ഗുജറാത്ത് തീരം എവിടെയാണ് വ്യാപിച്ചിരിക്കുന്നത്? ഗുജറാത്തിലാണ്. അതിന്റെ എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിൽ. എവിടെയാണ്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും ഓക്കെ ആണോ? ഞാൻ പറഞ്ഞില്ല ഇവിടെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലയങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? റാൻ ഓഫ് കച്ച്. നമ്മൾ ഈ റാൻ ഓഫ് കച്ചിനെ വിളിക്കുന്ന പേര്, റാൻ ഓഫ് കച്ച് എന്താണ്? ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ട് ഉള്ള ലവണത്വമുള്ള ചതുപ്പ് നിലയമാണ് എന്ത്? റാൻ ഓഫ് കച്ച്. ഓക്കെയാണോ? അപ്പോൾ റാൻ ഓഫ് കച്ച് എന്താണ്? ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടുള്ള ലവണത്വമുള്ള ചതുപ്പ് നിലയമാണ് എന്ത്? റാൻ ഓഫ് കച്ച്. ഓക്കെയാണോ? അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് എവിടെയാണ്? നമ്മുടെ ഗുജറാത്ത് തീരത്തിലാണ്. ഓക്കെയാണോ? അപ്പോൾ ഗുജറാത്ത് തീരത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? ഗുജറാത്ത് സംസ്ഥാനത്തുള്ള തീരപ്രദേശമാണ് ഇത് ഗുജറാത്ത് തീരം.
ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്? ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിലാണ് എന്ത് ഗുജറാത്ത് തീരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ പറഞ്ഞെന്താണ്? റാൻ ഓഫ് കച്ച്. ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലയമാണ് ഇത് ഈ ഗുജറാത്ത് തീരം. ഓക്കെ ആണ്. അടുത്തതാണ് കൊങ്കൺ തീരം. അടുത്തതാണ് കൊങ്കൺ തീരം. നോക്ക്, ഇവിടെ വരെ ഗുജറാത്ത് അല്ലേ, അപ്പൊ ഗുജറാത്ത് തീരം ഇവിടെ വരെ കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ് സ്റ്റേറ്റ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ. അപ്പോൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കു ഭാഗം, മഹാരാഷ്ട്ര മുതൽ ഇത് ഗുജറാത്ത് തീരം. ഇനി കൊങ്കൺ തീരത്തെ പറയോ? കൊങ്കൺ തീരം എവിടെ തൊട്ട് എവിടെ വരെയാണ്? മഹാരാഷ്ട്ര മുതൽ കർണാടകയുടെ വടക്കു ഭാഗം വരെ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് കൊങ്കൺ തീരം. കൊങ്കൺ തീരം എവിടെ മുതൽ എവിടെ വരെയാണ്? മഹാരാഷ്ട്ര മുതൽ കർണാടകയുടെ വടക്ക് ഭാഗം വരെ, കർണാടകയുടെ ഈ വടക്ക് ഭാഗം വരെ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് കൊങ്കൺ തീരം. ഏതാണ്? കൊങ്കൺ തീരം. ഓക്കെ ആണോ? അപ്പോൾ കൊങ്കൺ തീരം എവിടെ മുതൽ എവിടെ വരെയാണ്? മഹാരാഷ്ട്ര മുതൽ കർണാടകയുടെ വടക്ക് ഭാഗം വരെ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് കൊങ്കൺ തീരം. ഓക്കെ ആണോ? ഇനി ഈ കൊങ്കൺ തീരത്തെ അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് എന്നറിയുന്നു. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരമാണ്. എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരമാണ്. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരമാണ്. ഓക്കെ ആണോ? അപ്പോൾ കൊങ്കൺ തീരം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്ക് ഭാഗം. ഓക്കെ ആണോ? അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊങ്കൺ തീരമാണ്. ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതാണ് മലബാർ തീരം. കർണാടകയുടെ തെക്ക് മുതൽ, കർണാടകയുടെ വടക്ക് വരെ കൊങ്കൺ തീരമല്ലേ, ഇനി കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? മലബാർ തീരം. എന്താണ്? കർണാടകയുടെ വടക്ക് മുതൽ കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? മലബാർ തീരം. അപ്പോൾ മലബാർ തീരത്ത് എവിടെയൊക്കെയാണ്? കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? മലബാർ തീരം. ഓക്കെ ആണോ? അപ്പോൾ മലബാർ തീരം എവിടെ മുതൽ എവിടെ വരെയാണ്? കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? ഈ മലബാർ തീരം. ഓക്കെ ആണോ? ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ചാണ്. പടിഞ്ഞാറൻ തീരപ്രദേശം പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ഗുജറാത്ത് തീരമെന്നും കൊങ്കൺ തീരമെന്നും മലബാർ തീരമെന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് തീരം എന്താണ്? ഗുജറാത്ത് സംസ്ഥാനത്തുള്ള തീരപ്രദേശമാണ് ഗുജറാത്ത് തീരം. ഇനി കൊങ്കൺ തീരപ്രദേശം എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. ഇതാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കർണാടകയുടെ വടക്കു ഭാഗം. ഇനി കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? മലബാർ തീരം. എന്താണ്? കർണാടകയുടെ തെക്ക് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? മലബാർ തീരം. ഓക്കെ ആണോ? ഇനി പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് അറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരം എന്നാണ്. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് അറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരം എന്നാണ്. എന്നാൽ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്ക് അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ്. എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് അറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരം എന്നും പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്ക് അറിയപ്പെടുന്നത് എന്താണ്? മലബാർ തീരം എന്നും. ഓക്കെയാണോ? അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ തീരമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്ക് അറിയപ്പെടുന്നത് എന്താണ്? മലബാർ തീരമെന്നുമാണ്. കണ്ടോ? പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് മലബാർ അല്ലേ, മലബാർ തീരപ്രദേശം അല്ലേ, അതുകൊണ്ട് മലബാർ തീരപ്രദേശം, വടക്ക് ഭാഗത്ത് എന്താണ്? കൊങ്കൺ തീരപ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. ഇനി പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറൻ തീരപ്രദേശം ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇങ്ങനെയല്ലേ ഈ പടിഞ്ഞാറൻ തീരപ്രദേശം കിടക്കുന്നത്? ഇവിടെ അറബിക്കടലല്ലേ, അറബിക്കടലിനും ഇവിടെ പശ്ചിമഘട്ടമുണ്ട്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് എന്ത്? പടിഞ്ഞാറൻ തീരപ്രദേശം കിടക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശം ഇതല്ലേ, ഈ പടിഞ്ഞാറൻ തീരപ്രദേശം കിടക്കുന്നത് എന്താണ്? ഇത് പശ്ചിമഘട്ടം. ഇവിടെ എന്താണ്? പശ്ചിമഘട്ടമുണ്ട്. ഈ പശ്ചിമഘട്ടത്തിനും ഇവിടെ എന്താണ്? അറബിക്കടലല്ലേ, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും സമാന്തരമായിട്ട് കിടക്കുന്ന തീരപ്രദേശമാണ് ഇത് പടിഞ്ഞാറൻ തീരപ്രദേശം. എന്താണ്? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും സമാന്തരമായിട്ട് കിടക്കുന്ന തീരപ്രദേശമാണ് ഇത് പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെ ആണോ?
ഇനി മറ്റൊന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് മൺസൂൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഏത് മൺസൂണാണ് കാണപ്പെടുന്നത്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്. അതാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ് എന്ത്? പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെയാണോ? എന്താണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. ഓക്കെയാണോ? അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ച് ഇപ്പം പറഞ്ഞ 2 പോയിന്റ്സിൽ ഏതൊക്കെയാണ്? ഒന്ന്, പടിഞ്ഞാറൻ തീരപ്രദേശം എവിടെയാണ് കിടക്കുന്നത്? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ്. ഓക്കെയാണോ? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സമാന്തരമായി കിടക്കുന്ന തീരപ്രദേശമാണ് ഇത് പടിഞ്ഞാറൻ തീരപ്രദേശം. അടുത്തത് പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തീരപ്രദേശമാണ് ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. നോക്കുക, അത് നമ്മൾ ഇത് പടിഞ്ഞാറില്ലേ, ഇത് തെക്കല്ലേ, ആ വശത്തല്ല ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം കിടക്കുന്നത്. അതുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തീരപ്രദേശമാണ് ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. അടുത്തതാണ് ഈ തീരപ്രദേശത്തിൽ, പടിഞ്ഞാറൻ തീരപ്രദേശത്തിൽ കായലുകളാൽ സമൃദ്ധമാണ്. കായലുകളാൽ സുന്ദരമാണ് എന്ത്? നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെയാണോ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് കായലുകളാൽ സമൃദ്ധമാണ്, കായലുകളാൽ സുന്ദരമാണ് എന്ത്? നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. ഓക്കെയാണോ? കായലുകളാൽ സമ്പന്നമാണ് എന്ത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം. പിന്നെ മറ്റൊന്ന്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഏതൊക്കെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഗുജറാത്ത് അല്ലേ? ഒന്ന് ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്ത് തീരം വ്യാപിച്ചു കിടക്കുന്ന ഗുജറാത്ത്. ഇനി അടുത്ത കൊങ്കൺ തീരം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര. പിന്നെ ഏതാണ്? ഗോവ. പിന്നെ ഏതാണ്? കർണാടക. മഹാരാഷ്ട്ര, ഗോവ, കർണാടക. പിന്നെ മലബാർ തീരം വ്യാപിച്ചു കിടക്കുന്നത് ഏതാണ്? കർണാടകയും കേരളവും. കേരളം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാം, പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. നമുക്ക് എണ്ണം നോക്ക്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം അല്ലേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം അല്ലേ? നോക്കി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. എത്രയാണ്? 5 ആണ്. ഓക്കെ ആണോ? പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഓക്കെയാണോ? ഓക്കെയാണോ? എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. എത്രയാണ്? 5 ആണ്. ഇത്രയൊക്കെയാണല്ലോ. പിന്നെ മറ്റൊന്നാണ്, ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഗുജറാത്താണ്. ഏറ്റവും കുറവ് സമുദ്രാതിർത്തിയുള്ളത് ഏതാണ്? ഗോവയ്ക്കാണ്. എന്താണ് പറഞ്ഞു വന്നത്? ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തി ഉള്ളത് ഏതാണ്? ഗുജറാത്തിനല്ലേ? ഏറ്റവും കുറവ് ഏതിനാണ്? ഗോവയ്ക്കാണ്. ഏറ്റവും കുറവ് ഏതാണ്? ഗോവയ്ക്കാണ്. ാണോ? അപ്പോൾ സമുദ്രാതിർത്തിയിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കുറവ് ഏതാണ്? ഗോവയാണ്. ഏറ്റവും കുറവ് ഏതാണ്? ഗോവയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തതാണ് കിഴക്കൻ തീരപ്രദേശം. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യ വരയ്ക്കാൻ പോവുകയാണ്. ഇതിന്റെ കിഴക്കൻ തീരപ്രദേശം, നമ്മൾ കിഴക്കൻ തീരപ്രദേശം എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? വടക്ക് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ് എന്ത്? നമ്മുടെ കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ കിഴക്കൻ തീരപ്രദേശത്തെ കുറിച്ച് പഠിക്കണേ. ഇതാണ് നമ്മുടെ കിഴക്കൻ തീരപ്രദേശം. ഇതാണ് നമ്മുടെ കിഴക്കൻ തീരപ്രദേശം. ഈ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഇതാണ് പൂർവ്വഘട്ടം. ഈ പൂർവ്വഘട്ടത്തിനും, ഇത് ബംഗാൾ ഉൾക്കടലല്ലേ, പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് ഏത്? കിഴക്കൻ തീരപ്രദേശം. അപ്പോൾ കിഴക്കൻ തീരപ്രദേശം എന്താണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായി സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് ഇത്? കിഴക്കൻ തീരപ്രദേശം. പടിഞ്ഞാറൻ തീരപ്രദേശം ഏതായിരുന്നു? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിരുന്നു എന്ത്? പടിഞ്ഞാറൻ തീരപ്രദേശം.
എന്നാൽ കിഴക്കൻ തീരപ്രദേശം എന്താണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? കിഴക്കൻ തീരപ്രദേശം. ഓക്കെ ആണല്ലോ. ഈ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശത്തെക്കാളും വിസ്തൃതി കൂടുതലാണ്. എന്താണ്? കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെക്കാളും വിസ്തൃതി കൂടുതലാണ്. ഓക്കെ ആണല്ലോ. കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് എന്താണ്? പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെക്കാളും വിസ്തൃതി കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കിഴക്കൻ തീരപ്രദേശം, ഇനി കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഇവിടെ തുടങ്ങാം. ഇവിടെ കന്യാകുമാരി, ഇവിടെ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ അഥവാ ഒറീസ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ അഥവാ ഒറീസ. പിന്നെ ഏതാണ്? വെസ്റ്റ് ബംഗാൾ. ഓക്കെയാണോ? അപ്പോൾ കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ആകെ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4 എണ്ണമുണ്ട്. അപ്പോൾ കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണമാണ്. എന്നാൽ പടിഞ്ഞാറൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും, തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? എന്താണ്? തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? 5+4. എത്രയാണ്? 5+4 കൂടി കൂട്ടുമ്പോൾ എത്ര? 9 എണ്ണമാവും. ഓക്കെയാണോ? അപ്പോൾ ഇന്ത്യൻ തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ്. പടിഞ്ഞാറൻ തീരപ്രദേശം 5 എണ്ണവും ഉണ്ട്. പിന്നെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ 4 എണ്ണമുണ്ട്. അത് ഓക്കെയാണോ? ഇനി ഈ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശം എവിടെ തൊട്ട് ഇവിടെ വരെയാണ്? വടക്ക് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ് എന്ത്? ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ്. എവിടെ വരെയാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് കായലുകള സമൃദ്ധമാണെന്ന് പഠിച്ചില്ലേ? എന്നാൽ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് ഡെൽറ്റകളാൽ എക്കൽ മണ്ണുകൾ കൊണ്ടുള്ള ഡെൽറ്റകളാൽ സമൃദ്ധമാണെന്ന് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം എന്തിനാൽ സമൃദ്ധമാണ്? ഡെൽറ്റകളാൽ സമൃദ്ധമാണ്. എന്താണ്? എക്കൽ മണ്ണാൽ ഡെൽറ്റകളാൽ സമൃദ്ധമാണ് എന്ത്? ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് മഹാനദി, ഒഡീഷയിലെ മഹാനദി, ആന്ധ്രാപ്രദേശിലെ ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ വഹിച്ചുകൊണ്ടിരുന്ന എക്കൽ മണ്ണുകളാൽ സമൃദ്ധമാണ് എന്ത്? കിഴക്കൻ തീരപ്രദേശം. അപ്പോൾ കിഴക്കൻ തീരപ്രദേശം എന്തിനാൽ സമൃദ്ധമാണ്? എക്കൽ മണ്ണുകളാൽ അഥവാ ഡെൽറ്റകളാൽ സമൃദ്ധമാണ് എന്ത്? ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. അത് ഏതൊക്കെ നദികളാണ് വഹിച്ചുകൊണ്ടിരുന്നത്? ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഓക്കെയാണോ? അപ്പോൾ ഇവിടെ എക്കൽ മണ്ണുകളെ സമൃദ്ധമായതുകൊണ്ട് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏതാണ്? നെല്ലാണ്. ഓക്കെയാണോ? എക്കൽ മണ്ണുകളെ സമൃദ്ധമായതിനാൽ കിഴക്കൻ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഏതാണ്? നെല്ല് ആണ്. ഓക്കെയാണോ? ഏതാണ്? നെല്ലാണ്. ഇനി ഈ കിഴക്കൻ തീരപ്രദേശത്തിൽ സമുദ്ര അതിർത്തിയുള്ള ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. കിഴക്കൻ തീരപ്രദേശത്ത് സമുദ്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കുറവ് ഏതാണ്? ഗോവയാണ്. എന്നാൽ ദക്ഷിണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ കിഴക്കൻ തീരപ്രദേശത്തെ കുറിച്ച് ഇത്രയും പോയിന്റ് പഠിച്ചല്ലോ. ഇനി കിഴക്കൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്?
ഒന്ന് കോറമാൻഡൽ തീരമെന്നും 2 വടക്കൻ സിർക്കാസ് എന്നും തരംതിരിക്കാം. ഏതൊക്കെയാണ്? കിഴക്കൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം, ഏതാണ്? കോറമാൻഡൽ തീരം എന്നും വടക്ക് സിർക്കാസ് എന്നും തരംതിരിക്കാം. ഓക്കെയാണോ? അപ്പോൾ കിഴക്കൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം എന്നും വടക്കൻ സിർക്കാസ് തീരം എന്നും തരംതിരിക്കാം. ഓക്കെ ആണല്ലോ. ഈ കോറമാൻഡൽ തീരം തമിഴ്നാട് മുതൽ ഇവിടെ തെക്ക് കന്യാകുമാരി, തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശിന്റെ തെക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? കോറമാൻഡൽ തീരം. എന്താണ്? തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശിന്റെ തെക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് കോറമാൻഡൽ തീരം. ഓക്കെയാണോ? അപ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് കോറമാൻഡൽ തീരം. ഓക്കെയാണോ? എന്താണ്? തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് കോറമാൻഡൽ തീരം. ഓക്കെയാണോ? അപ്പോൾ എന്താണ് പറഞ്ഞു തന്നത്? കിഴക്കൻ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം എന്നും വടക്ക് സിർക്കാസ് എന്നും തരംതിരിക്കാം. ഈ കോറമാൻഡൽ തീരം എവിടെ തൊട്ട് എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? തമിഴ്നാട് മുതൽ പിന്നെ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? കോറമാൻഡൽ തീരം. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പോയിന്റ് ആണ്, കിഴക്കൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് കോറമാൻഡൽ തീരം. കിഴക്കൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് ഏത്? ഈ കോറമാൻഡൽ തീരം. ഓക്കെയാണോ? അപ്പോൾ കിഴക്കൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേരാണ് എന്താണ്? കോറമാൻഡൽ തീരം. ഓക്കെയാണോ? എന്താണ്? കിഴക്കൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് എന്ത്? കോറമാൻഡൽ തീരം. എന്താണ്? കോറമാൻഡൽ തീരം. ഓക്കെ ആണല്ലോ. കിഴക്കൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് ഏത്? കോറമാൻഡൽ തീരം. ഓക്കെ ആണല്ലോ. ഇനി ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? വടക്കൻ സിർക്കാസ്. എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ പിന്നെ തൊട്ടപ്പുറത്തേക്ക് ഒഡീഷയും വെസ്റ്റ് ബംഗാളും കൂടി വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ് ഇത് വടക്കൻ സിർക്കാസ്. ഏതാണ്? എവിടെ തൊട്ട് എവിടെ വരെയാണ്? ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? വടക്കൻ സിർക്കാസ്. ഓക്കെയാണോ? അപ്പോൾ കോറമാൻഡൽ തീരം എവിടെ തൊട്ട് എവിടെ വരെയാണ്? തമിഴ്നാടും ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം വരെ. ഇനി ആന്ധ്രാപ്രദേശിന്റെ വടക്കും ഒഡീഷയും വെസ്റ്റ് ബംഗാളും കൂടി വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് വടക്കൻ സിർക്കാസ്. ഇനി ഒഡീഷയുടെ തീരം അറിയപ്പെടുന്നത് ഉത്തൽ സമതലം എന്നാണ്. ഒഡീഷയുടെ തീരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തൽ സമതലം എന്നാണ്. എന്താണ്? ഒഡീഷയുടെ തീരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തൽ സമതലം എന്നാണ്. ഓക്കെയാണോ? ഒഡീഷയുടെ തീരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തൽ സമതലം എന്നാണ്. ഓക്കെയാണോ? എന്താണ്? ഒഡീഷയുടെ തീരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തൽ സമതലം എന്നാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് തീരപ്രദേശത്താണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. അത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം അല്ലെങ്കിൽ കരബന്ധിത തുറമുഖം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ് വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. ഓക്കെയാണോ? എന്താണ് പറഞ്ഞു വന്നത്? ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തൽ സമതലം. എന്താണ്? ഉത്തൽ സമതലം എന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പിന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം അഥവാ കരബന്ധിത തുറമുഖം അല്ലെങ്കിൽ തിളക്കമുള്ള തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്ന വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. ഓക്കെ ആണോ? ഈ വീഡിയോയിൽ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. പിന്നെ ഇന്ത്യയുടെ അറ്റങ്ങൾ, എൻഡ് പോയിന്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലുള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, എഴുതിയെടുത്ത് പറയുന്ന ഓരോ പോയിന്റ്സുകളും നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണം.